അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. കിതാബുൽ ഫിഖിൽ നമ്മൾ 6 പാഠങ്ങളാണ്, ആദ്യത്തെ 6 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഈ 6 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്. ശരിയായ ഉത്തരം യോജിച്ച സ്ഥലത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. എന്തെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്? 2 കുല്ലത്ത്, 2, 6, മഴവെള്ളം, ജ്യൂസ്, മതി. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. വുളൂഇന്റെ ഫർളുകൾ എത്രയാണ്? വുളൂഇന്റെ ഫർളുകൾ 6 ആണ്. 6 ഫർളുകളും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. 6 ആണ് വുളൂഇന്റെ ഫർളുകൾ. കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2 എണ്ണമാണ്. നിയ്യത്ത്, അതുപോലെ നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിക്കുക. ഇതാണ് കുളിയുടെ ഫർളുകൾ. അപ്പോൾ 2. ഇനി അടുത്തത് മൂന്നാമത്തത് 200 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ അതേതാണ്? 2 കുല്ലത്ത്. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ലിറ്റർ വെള്ളമാണ്. നാലാമത്തത് തഹൂർ. തഹൂറായ വെള്ളം, താഹിറായ വെള്ളം, അങ്ങനെ വ്യത്യസ്ത വെള്ളങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ഇവിടെ ഏതാണ് അതിന്റെ ഉദാഹരണം? മഴവെള്ളം. അത് തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. ഇനി അഞ്ചാമത്തത് താഹിർ. താഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. അതിന്റെ ഉദാഹരണം ഏതാണ്? ജ്യൂസ്. ഇനി അവസാനത്തത് മുത്തവസിത്ത്. മുത്തവസിത്ത് എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലിലുള്ള നജസ്. അതേതാണ്? മദി. മുത്തവസിത്തായ നജസിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, തെറ്റുകൾ ശരിയാക്കി എഴുതാം. താഴെയുള്ള ഈ പ്രസ്താവനകളിൽ തെറ്റുകളുണ്ട്, അത് ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിന്റെ 10ാം വർഷം റമദാൻ മാസത്തിലാണ്. അത് ശരിയാണോ? എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് അവിടെ തിരുത്തി എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, വുളൂഇൽ നിയ്യത്ത് പറയൽ നിർബന്ധമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നാണ്, പറയൽ നിർബന്ധമില്ല. അപ്പോൾ വുളൂഇൽ നിയ്യത്ത് പറയൽ നിർബന്ധമല്ല, സുന്നത്താണ്. മൂന്നാമത്തത്, ലഹരി ദ്രാവകങ്ങൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അല്ല, സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാവുക. നാലാമത്തത്, ശൗചം ചെയ്യേണ്ട വെള്ളം താഹിറായിരിക്കണം. ശൗചം ചെയ്യുക എന്ന് പറഞ്ഞാൽ മലമൂത്രദ്വാരങ്ങളിലൂടെ നനവുള്ള വല്ലതും പുറപ്പെട്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വൃത്തിയാക്കണം. അതിനാണ് ഇസ്തിൻജാ, ശൗചം ചെയ്യുക എന്ന് പറയുന്നത്. ആ ശൗചം ചെയ്യേണ്ട വെള്ളം താഹിറായിരിക്കണം. ശരിയാണോ? അല്ല, തഹൂറായിരിക്കണം. തഹൂറായ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. മുസ്തഅമൽ എന്ന് പറയുന്നു ഏതിന്? നമ്മൾ അൽ മിയാഹു, വിവിധ തരം വെള്ളങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ. അതിൽ മുസ്തഅമൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ഫർളിൽ ഉപയോഗിച്ച വെള്ളം, അതിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഹൈള്, നിഫാസ് സമയത്തെ നിസ്കാരമാണ് ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം. മൂന്നാമത്തത്, നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം? മനുഷ്യൻ, മത്സ്യം, ജറാദ്. ഇത് 3ഉം നജസല്ല. ഇനി നാലാമത്തത്, ഹൈളിന്റെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും എത്രയാണ്? ഹൈളിന്റെ ഏറ്റവും ചുരുങ്ങിയത് 1 ദിവസവും കൂടിയത് 15 ദിവസവുമാണ്. ഇനി അടുത്തത് വ്യക്തമാക്കാം. തഹൂർ. എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. മുഖഫഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നേരിയ നജസ്, ലൈറ്റ്ലി ആയിട്ടുള്ള നജസാണ് മുഖഫഫായ നജസ്. പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിച്ചതിന് ശേഷം 15 ദിവസം കഴിയുന്നതിന് മുമ്പ് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നാലാമത്തത്, വുളൂഇന്റെ നിയ്യത്തിന്റെ രൂപം എന്താണ്? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഇതാണ് വുളൂഇന്റെ നിയ്യത്തിന്റെ രൂപം. ഇനി 2 വീതം എഴുതാം.
നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 4 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇസ്തിൻജാ ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? എല്ലുകൊണ്ട് ശൗചം ചെയ്യാൻ പാടില്ല. അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, അതുകൊണ്ട് ശൗചം ചെയ്യാൻ പാടില്ല. ഭക്ഷ്യവസ്തുക്കളെ കൊണ്ടും പാടില്ല. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ. വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഈ സമയങ്ങളിലൊക്കെ വുളൂ പ്രത്യേകം സുന്നത്തുണ്ട്. ഏതെങ്കിലും 2 എഴുതുക. ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതൊക്കെയാണ്? മനിയു പുറപ്പെടുക, ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക, ഹൈല് രക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, പ്രസവിക്കുക. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അവസാനത്തത് പൂരിപ്പിക്കാം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇസ്തിൻജാഇന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റാണിത്. ഇത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അവസാനത്തത് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ. നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ എന്ന് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും കൃത്യമായി വായിച്ച് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.